ഹായ് ഫ്രണ്ട്സ്, കേറ്റഡ് ബേസ്ഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന കേറ്റഡ് എക്സാമിന് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സാംസ്കാരിക പാറ്റേൺ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാർഗരറ്റ് മീഡ്. ആരോഗ്യ വിദ്യാഭ്യാസ ബ്യൂറോ സ്ഥാപിതമായ വർഷം 1956. അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ആദർശാത്മകമായ അഹം ആരുടെ സിദ്ധാന്തം? കാൾ റോജർ. സൈക്കോളജി ഓഫ് ആർട്ട് എഴുതിയത് വൈഗോട്സ്കി. വിദൂര വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ആരംഭിച്ചത് CBSE. വൈകാരിക ബുദ്ധിശക്തി വികസിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 14. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആരംഭിച്ചു തുടങ്ങിയ വർഷം 2008. ക്ലീൻ സ്റ്റേറ്റ് തിയറിയുടെ ഇതിവൃത്തം പഠനത്തിലെ പിന്നോക്കാവസ്ഥ. ശിശു ഒരു പുസ്തകമാണ്, അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടവരാണ് എന്നഭിപ്രായപ്പെട്ടത് റൂസോയാണ്. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 8. വിക്ടേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 2005 ജൂലൈ 28. സൂക്ഷ്മബോധനം മൈക്രോ ടീച്ചിങ് വികസിപ്പിച്ചത് DW അലൻ ആണ്. വിസ്മരണ രേഖ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എബിംഗ്ഹാസ്. പ്രബലന സിദ്ധാന്തത്തിൻ്റെ മുഖ്യ വക്താവ് ക്ലാർക്ക് L. ഹൾ. കെല്ലർ പ്ലാൻ എന്നറിയപ്പെടുന്ന ബോധന രീതി വ്യക്തിഗത ബോധനമാണ്. വൈജ്ഞാനിക ഭാര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജോൺ സ്വെല്ലർ. 2001 ബ്ലൂം ടാക്സോണമിയുടെ വൈജ്ഞാനിക ഘടനയിൽ മാറ്റം വരുത്തി റിവൈസ്ഡ് ബ്ലൂം ടാക്സോണമി രൂപീകരിച്ചത് ആൻഡേഴ്സൺ ആൻഡ് ക്രത്വാൾ ആണ്. നാം എല്ലാവരും ജനിക്കുന്നത് അറിവിൻ്റെ ഒരു ആന്തരിക വ്യാകരണവുമായാണ്. അതിൽ നിന്നാണ് മറ്റെല്ലാ ഭാഷകളും ആർജിക്കുന്നത്. ഇതാരുടെ വാക്കുകൾ? നോം ചോംസ്കി.